الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, കരുണാമയനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ സഹോദരന്മാർ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു വരുന്നു. അറബ് മാസത്തിലെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജ വിട പറയുകയും പുതിയ ഒരു വർഷത്തിലേക്ക്, ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മളറിയാതെ കാലം കുതിച്ചു പായുന്നു എന്നുള്ളത് വെറും ഒരു വാക്ക് മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ നിരന്തരമായ അനുഭവമായിട്ട് ഇപ്പോൾ മാറിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും വളരെ നല്ല ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ആയിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പരിശുദ്ധ ഖുർആൻ വായിച്ചു, അതിൻ്റെ തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ പൊതുവെ കാണുന്ന ഒരു സംഗതിയുണ്ട്. ജസാഉൽ അമലി മിൻ ജിൻസി അമലിഹി, ഓരോ പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലം അതിനനുസൃതമായിട്ട് നമുക്ക് ലഭിക്കുമെന്നാണ്. അത് പരലോകമാകുവോളം നീണ്ടുപോകണമെന്നില്ല, അത് ചിലപ്പോൾ ഇഹലോകത്ത് തന്നെ ആയേക്കാം. പാവങ്ങളെ ചുട്ട് ചാമ്പലാക്കിയപ്പോൾ, ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കിയപ്പോൾ, പാവം സ്ത്രീകളും കുഞ്ഞുങ്ങളും ആർത്തനാദം കൊണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ, പശ്ചിമേഷ്യയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പം അങ്ങനെ നടത്തിയിരുന്ന ഒരു ഇസ്രായേൽ രാജ്യത്തേക്ക് അവരുടെ ചില പൗരന്മാർ അതേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതേ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി ഒട്ടും ലോകത്തെ മനസ്സാക്ഷിയുള്ളവൻ്റെയൊക്കെ മനസ്സ് അതിൻ്റെ കൂടെ നിൽക്കും. അത് ഷിയായിസം നെഞ്ചിലേറ്റിയത് കൊണ്ടോ തലയിൽ കയറ്റിയത് കൊണ്ടോ അല്ല, നിരന്തരമായിട്ട് ലോകമൊത്ത് ആര് പറഞ്ഞാലും വിലവെക്കാതെ, ഒരു നിയമങ്ങളും പാലിക്കാതെ പറന്നു വീണ കുഞ്ഞുങ്ങളടക്കം രോഗത്തിന് ആശ്വാസമായിട്ട് ആശുപത്രിയിലെത്തുമ്പോൾ ആശുപത്രി അടക്കം ചുട്ടു ചാമ്പലാക്കപ്പെടുന്ന വർഷങ്ങളുടെ ഇരകൾ
അഭയാർത്ഥികളെ പോലെ ഭൂമിയും ആകാശവും ഇല്ലാതെ പോയ കുറേ പാവങ്ങൾ. അതാണ് ഇന്നത്തെ ഗസ എന്ന് നമുക്കൊക്കെ അറിയാം. അള്ളാഹു ആ പാവങ്ങൾക്ക് ഒരു അഭയവും അത്താണിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഓരോരോ പ്രവർത്തനങ്ങൾക്കും അതതിൻ്റെ പ്രവർത്തനങ്ങൾ, അതതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ നന്മ ചെയ്താൽ, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന നന്മ വേറെ ഒരു രൂപത്തിൽ നമുക്ക് തിരിച്ചു വരും. തിന്മ ചെയ്താലോ സമാനമായ തിന്മ നമുക്ക് കടന്നു വരും. ഉമ്മയും ബാപ്പയും മരിച്ചുപോയി. ആ മരണത്തിന്റെ അവസാന നേരത്തൊക്കെ മക്കളെന്ന നിലയിൽ നമ്മൾ വല്ലാതെ അവരെ കഷ്ടപ്പെടുത്തി. അവരുടെ ആഗ്രഹങ്ങളുടെ കൂടെ നിൽക്കൂല. അവരുടെ വാർദ്ധക്യം അവർക്കൊരു കുറ്റമായിട്ട് നമ്മൾ ചാർത്തി. അവരുടെ സംസാരത്തെ, ഭാഷയെപ്പോലും നമുക്ക് അനിഷ്ടകരമായി തോന്നി. വീട്ടിൽ മൊത്തം ആഘോഷം നടക്കുമ്പോൾ ഈ വീട് മുഴുവൻ നിയന്ത്രിച്ച ഒരുത്തൻ അവിടെ ഒന്നിനും വയ്യാതെ കിടക്കുന്നത് പലപ്പോഴും നമ്മൾ മറന്നുപോയി. അങ്ങനെ മാതാപിതാക്കളോട് വളരെ മോശമായി കഷ്ടപ്പെടുത്തി അങ്ങനെ മരിപ്പിച്ച ചില മക്കളുണ്ടാകാം. കാലം ഒന്നിനെയും വെറുതെ വിടൂല എന്നാണ്. നിനക്കറിയാത്തത് കാലം നിന്നെ അറിയിക്കുന്ന. നിന്റെ മക്കൾ ഒരു കാലത്ത് അതിന് പക വീട്ടും. നമ്മൾ ബാപ്പായോടും ഉമ്മയോടും ചെയ്തതിന് നമ്മൾ മക്കളെ കൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടും. പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. ജാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ. കാരണം ഇന്നത്തെ ഈ നിറമൊന്നും എന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്നത്തെ ഈ സൗന്ദര്യം എന്നും നിലനിൽക്കൊള്ളണമെന്നുമില്ല. ഇന്നത്തെ അംഗലാവണ്യവും ഇന്നത്തെ നമ്മുടെ ശാരീരിക മാനസിക ചലന വ്യവഹാരങ്ങളും എന്നും നിലകൊള്ളണമെന്നില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരതിരുണ്ട്, ഒരറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നന്മ ചെയ്യുന്നു എന്ന ഒരു മനുഷ്യൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാകുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹം എത്ര വലുതായിരിക്കണം. ഹോസ്പിറ്റലിൽ പോയി നോക്കാറില്ലേ നമ്മൾ? എന്തെങ്കിലും ഒരു അസുഖമായിട്ട് പോയൊക്കെ അന്തം വിട്ടുപോകും നമ്മൾ. എത്ര രോഗികൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കൂടെ ഇരിക്കാൻ ഒരാൾ വേണ്ടേ? ആരെ കിട്ടും ഇന്നത്തെ കാലത്ത്? സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും എല്ലാമുള്ള മനുഷ്യന്മാർ അവരിങ്ങനെ കൂടെ നിന്നു കൊടുക്കുക. രോഗീ പരിചരണം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാകുമ്പോൾ, പഠിച്ചോനെ ഇതുപോലൊരു രോഗം എനിക്ക് നീ തരരുത് എന്നുള്ളൊരു നിയത്തോടു കൂടിയാകുമ്പോൾ ചിലപ്പോൾ അള്ളാഹ് ആ പ്രാർത്ഥന കേട്ടേക്കാം. ഗുണപാഠമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവൻ രോഗിയാവുക എന്നുള്ളത്. അതിലൊരു പാഠമുണ്ട്, വലിയ ഒരു അധ്യായമുണ്ട്. വായിച്ചു തീർത്താൽ തീരാത്ത പേജുകൾ ആ കൂട്ടത്തിലുണ്ട്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ മുജാദലയിലെ 11-ാമത്തെ ആയത്താണ് കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ, നിങ്ങളോട് പറയപ്പെട്ടാൽ തഫസ്സഹൂ, നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഫിൽ മജാലിസ്, സദസ്സുകൾ നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുക. നമ്മൾ സദസ്സിലിരിക്കുക, അപ്പോൾ ഒരാളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടിയാണ് ബലം വെച്ചു. കാരണം അവിടെ ലേശം സീറ്റ് ഉണ്ട്. അവിടെ വന്നിട്ടോ ഇരിക്കണ്ട, അങ്ങനെ നമുക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് അത്ര വേണ്ടപ്പെട്ടവനല്ല. ചെറിയ സ്ഥലങ്ങളിലുണ്ട് വെറുതെ ഒരു അടയാളം വെച്ചിട്ടുണ്ടാവും, അവിടെ ആരുമില്ല. വെറുതെ മൊബൈൽ വെച്ചിട്ടുണ്ടാവും, വെറുതെ ഒരു ടവലിട്ടിട്ടുണ്ടാവും, ആരും അവിടെ ഇല്ല. ചില യാത്രകളിൽ നമ്മൾ കാണാറുണ്ട്, ചില പള്ളികളിൽ പോലും ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ അയാൾ വേണ്ടപ്പെട്ട ഒരാൾ വരുമ്പോൾ ടവലാണ് കുന്തിന് കാണാം. ബാക്കി ആരോ വന്നാലും അതങ്ങനെ അങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുന്ന കാണാം. ക്രൂരമായ മനസ്സ്, വിശാലതയില്ലാത്ത മനസ്സ്. വല്ലാത്തൊരു അത്ഭുതമല്ലേ ഇത്? ഖുർആന്റെ ഈ വാക്ക് നോക്കൂ. നിങ്ങളൊരു സദസ്സൊക്കെ ചെല്ലുമ്പോൾ ആ സദസ്സിൽ വിശാലതയുണ്ടാക്കുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹു, നിങ്ങൾ സദസ്സ് സൗകര്യപ്പെടുത്തുക. എന്നാൽ അള്ളാഹ് ചെയ്യുന്ന ഒരു പണി എന്താണെന്നറിയോ? യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. പടച്ചോ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. നിങ്ങൾ വിഷമിക്കുമ്പോൾ, നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, ഇരിക്കാനൊരു ഇടമില്ലാതെ, പിടിക്കാനൊരു അത്താണിയില്ലാതെ, ഇറക്കി വെക്കാൻ ഒരു ഭാരത്തിന്റെ കണികയില്ലാതെ കട്ടപ്പെടുന്ന ഒരു കാലത്തും നേരത്തും നിങ്ങൾക്കൊരാശ്വാസമുണ്ടാകും.
സദസ്സെന്ന് വന്നിട്ട് ഒരാൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്നാണ് മാറി നിൽക്കിന്ന് പറഞ്ഞാൽ വക്കാണ് നിൽക്കണ്ട. ഖുർആൻ പറയുന്നത് ഫൻഷുസു, നിങ്ങളൊന്നാണ് മാറിക്കൊടുത്തോളൂ, കുറച്ചു നേരം ഒന്നാണ് മാറിക്കൊടുത്തോളൂ. അതിലൊക്കെ പുണ്യല്ലേ വരുള്ളൂ, അതിലൊക്കെ നന്മ, അതിലൊക്കെ ഖൈറ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിലെ വിശ്വാസികളെ അല്ലാഹു ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ, നിങ്ങളെ കൂട്ടത്തിൽ അറിവ് നൽകപ്പെട്ടവരെയും ദറജാത്ത് പടിപടിയായിട്ട് അല്ലാഹു ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് മുഴുവൻ അറിയുന്നവനാണ് അല്ലാഹു. ഈ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വന്നു നോക്കും. നമ്മളൊരു വാഹനം ഓടിക്കാന്ന് വിചാരിക്കാം, വാഹനം ഓടിക്കാത്തവരൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ അപൂർവമല്ലേ. അപ്പോൾ നല്ല സ്പീഡിൽ പോകുക, ഒരു പൂച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി അതിനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ കാല് ബ്രേക്കിൽ വീഴും. അത് പൂച്ചയല്ലേ, അതിനാളും ചോദിക്കാനൊന്നും ആളത്തിനൊന്നുമില്ല, അടിച്ച് അങ്ങനെ കഴിയില്ല ഒരു മനുഷ്യന്. കാരണം നാളെ നമ്മളാണ് അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നതെങ്കിലോ. എത്ര പ്രിയപ്പെട്ടവർ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അറിയുന്ന കുറേ പാവങ്ങളുണ്ട്. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തെറ്റവർ ചെയ്തിട്ടില്ല, സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്തത്. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നിയമത്തിന്റെ കൂടെ, സുരക്ഷിതത്വത്തിന്റെ കൂടെ വരുന്ന വാഹനങ്ങൾ നിർത്തുന്ന അവർ വിചാരിക്കുന്നത്. പക്ഷേ ആ നടത്തത്തിനിടയിലാണ് മരണമായിട്ട് ഏതോ ഒരു വാഹനം അവരെ പിടികൂടിയത്. അങ്ങനെ എത്ര പാവങ്ങളുണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയി. വാഹനം ഓടിക്കുമ്പോ വേഗതയിൽ ഓടിച്ച ആൾക്കാണ് അങ്ങനെ വരിക എന്നല്ല ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ നമുക്കൊരു ഒരു ബോധം വരും. നമ്മളും അങ്ങനെ മുറിച്ചു കിടക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഒരു വിനയം വരും. ഞാനും ഇതുപോലെ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ബോധമുണ്ടാകും. അതുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ യുജ്സ ബിഹി, അതിന്റെ സമാനമായിട്ട് അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കും. തെറ്റുകുറ്റങ്ങളുടെ ഉപദ്രവങ്ങൾ അതൊക്കെ മറ്റുള്ളവനെ നമ്മൾ ചെയ്താൽ പടച്ചോന്റെ ശിക്ഷ അങ്ങടറങ്ങും. വലായജിദ് ലഹു, അപ്പൊ അവന് ലഭ്യമാകൂല മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ, അവന് ഒരു മിത്രമുണ്ടാവൂല, അവന് ഒരു സഹായിക്കാനും ഒരാളുണ്ടാവൂല. പരിശുദ്ധ ഖുർആൻ പറയാ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു യുദ്ധത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതം നോക്കൂ. നമ്മളെ കഷ്ടപ്പെടുത്തിയ ആളുകൾ, പ്രയാസപ്പെടുത്തിയ ആളുകൾ അല്ലെ. വീട്ടിലൊരു പാവം മരുമകൾ വന്നു, ഏതോ വീട്ടിൽ നിന്ന് വന്നതാ. അപ്പോ ഉമ്മ അന്ന് അമ്മായിമ്മയുടെ റോളിലേക്ക് അങ്ങോട്ട് പോയി കഷ്ടപ്പെടുത്തി, രാവും പകലിട്ടിട്ട് കാലം ഒന്നിനും കണക്ക് തീർക്കാതെ പോകില്ല. അനുഭവല്ലേ മനുഷ്യന്റെ. എത്ര കണ്ണീരിറ്റി വീണിട്ടുണ്ടാകണം, എത്ര മേലാരും അറിയാതെ ഏകലടിച്ചിട്ട് പാവം പെൺകുട്ടികൾ കരഞ്ഞിട്ടുണ്ടാകണം. അത് ഒറ്റി വീഴുന്നത് അർശിലേക്കാണെങ്കിൽ അവർക്ക് അനുഭവിക്കാൻ പോകുന്നത് ദുനിയാവിലും ആഖിറത്തിലുമാണ്. അതാണ് ഈ ഖുർആന്റെ ഈ വരികളിലൂടെ അങ്ങനെ വായിക്കുമ്പോ ജസാഉൽ അമലി മിൻ ജിൻസി അമലിഹി. ഖുർആൻ പറയുന്നുണ്ട് ഏത് പ്രതിഫലം ജസാഅൻ വിഫാഖാന, യോജിച്ച പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഒത്തൊരു പണി കിട്ടും, നിങ്ങൾക്ക് ഒത്തൊരു പ്രതിഫലം കിട്ടും എന്നാണ്. നമ്മളൊരാളെ പറ്റിച്ചാൽ അല്ലെ, അതിനും വലിയൊരു പറ്റിക്കൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ പറ്റിച്ചു, ആ പീഡിയക്കാരന് വെറുതെ 250 റുപ്യൊക്കെ പറ്റിച്ചത്. കണ്ടെയ്നറുകൾ ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്ന നമ്മൾ ചിലപ്പോൾ അതൊക്കെ പോടിയാൻ പോകും. മനുഷ്യരാണ്, അള്ളാഹ് വലിയവനാണ്. ഏത് കണ്ണീര് എവിടെ വീഴുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മനുഷ്യരോട് ദയ കാണിക്കണം എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിച്ചത്, യർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാന്റെ കരുണ എന്ന് പറഞ്ഞാല് ഇവിടെ നിൽക്കൂല, അത് സ്വർഗാണ്, അനുഗ്രഹീത സ്വർഗാണ്. പടച്ചോൻ ഒരാളോട് കരുണ കാണിച്ചാൽ അയാൾക്ക് സ്വർഗാണ്. അതിനും വലിയൊരു പ്രതിഫലം വേറുണ്ടോ? അതിലപ്പുറം വേറൊന്നുണ്ടോ? ദുഃഖങ്ങളില്ലാത്ത, മരണമില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ആദിയും വ്യാധിയുമില്ലാത്ത ആനന്ദവും ആഹ്ലാദവും മാത്രം അറ്റമില്ലാത്ത കാലത്തോളം അനുഭവിക്കുന്ന മഹാ അത്ഭുതത്തിന്റെ ഗേഹത്തിന്റെ പേരാണ് സ്വർഗം. പടച്ചോൻ അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ദയ,
ഡയാലിസിസ് ചെയ്തിട്ട് കഷ്ടപ്പെടുന്ന പാവങ്ങൾ, കാലിലിങ്ങനെ നീര് വരിക, അയാളവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി കൊണ്ടാ നമ്മൾ പോണിച്ച് അയാളെ കൊണ്ടുപോയി കൊടുത്താൽ അതിനൊരു നീയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ അതിന്റെ ചെലവന്റെ വക എന്ന് പറഞ്ഞ് കൊടുത്താൽ അല്ലേ, അള്ളാഹു എന്തൊക്കെ സഹായം ചെയ്യുന്നറിയാം. അൽ മുസ്ലിമു, ചിലപ്പോൾ നമ്മളെ കുടുംബക്കാരനാകാം, അല്ലാതിരിക്കാം, മഹല്ലുകാരനാകാം, അല്ലാതിരിക്കാം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരൻ. ബുഖാരിയിലെ ഹദീസാണ്. ലാ യസ്ലിമുഹു വലാ യുസ്ലിമുഹു, ഒരു തരത്തിലും അവൻ മറ്റവനെ ആക്രമിക്കൂല, കീഴ്പ്പെടുത്തൂല, ഇതിന്റെ കീഴിൽ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കൂല. വമൻ കാന ഫീ ഹാജതി അഖീഹി, ഒരുത്തൻ അവന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിലാണെങ്കിൽ അനല്ലാഹു ഫീ ഹാജതിഹി, അല്ലാഹ് അവന്റെ ആവശ്യത്തിന്റെ കൂടെയാണ്. അവന് കുറെ ആവശ്യങ്ങളുണ്ട്, അതിന്റെ കൂടെ അല്ലാഹ് നിൽക്കുന്ന. വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബ, ഒരു മുസ്ലിമിന്റെ വിഷമം ഒരാൾ നീക്കിക്കൊടുത്താൽ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബാതി യൗമിൽ ഖിയാമ, അയാൾക്ക് പരലോകത്ത് വരാനിരിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ അല്ലാഹ് അങ്ങോട്ട് നീക്കിക്കൊടുക്കുന്നതാണ്. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ മറച്ചു വച്ചാൽ, ഒരാളെ രഹസ്യങ്ങൾക്ക് അറിയാം, അതെങ്ങാനും ആ നാട്ടിൽ പറഞ്ഞാൽ അയാളുടെ ജീവിതം തന്നെ താറുമാറാകും, അയാളെ വീട് വിറ്റ് കൊണ്ടേരുണ്ട്. അങ്ങനത്തെ ഒരു രഹസ്യങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്താ ചെയ്യാം? ഒരു വിശ്വാസി എന്താ ചെയ്യുക? അതാ റസൂൽ എന്താ പറഞ്ഞത്, അവൻ മറച്ചു വെക്കും, ഓനത് മറ്റവനോട് പറയില്ല, ഓനത് പത്രസമ്മേളനം നടത്തൂല. അതാണ് അതിന്റെ കൃത്യം. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവന്റെ പാപങ്ങൾ അല്ലാഹു മറച്ചു വെക്കുകയാണ്. പരലോകത്തിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നിടത്ത് കാണാം. വലിയ ധനാഢ്യനെ കൊണ്ടുവരും, അയാളോട് അല്ലാഹ് ചോദിക്കും, നീ എന്ത് നന്മ ചെയ്തത്? അയാൾ പറയും, ഞാൻ ആളുകൾക്ക് ദാനം ചെയ്തു. അപ്പൊ അല്ലാഹ് പറയും, നീ കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അനക്ക് പേരുണ്ടാകാൻ വേണ്ടിയിട്ടല്ല കൊടുത്തത്, അത് ദുനിയാവെന്ന് കിട്ടിയില്ലേ, അതുകൊണ്ട് നീ നരകത്ത് പോ. ഒന്ന്, രക്തസാക്ഷിയെ കൊണ്ടുവരുന്നു. അടുത്തത്, ദീനുൽ ഇസ്ലാമിന് വേണ്ടി രണാങ്കളത്തില് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴക്കാൻ വേണ്ടി യുദ്ധം ചെയ്തൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളോട് ചോദിക്കുക, നീ എന്തിനാ യുദ്ധം ചെയ്തത്? നീ രക്തസാക്ഷിയായത്? യാ റബ്ബി, എനിക്ക് നീ ആരോഗ്യം തന്നു, അത് ഞാൻ ദീനിന് സമർപ്പിച്ചു, എന്റെ ജീവിതം തന്നെ ഞാൻ സമർപ്പിച്ച് ഷഹീദായിട്ട് വന്നവൻ ഞാൻ. കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിന്റെ വാക്ക് അത്യുത്തമമാക്കാൻ യുദ്ധം ചെയ്തവൻ ഞാൻ. അല്ലാഹ് പറയും, അതല്ല ശരി, എന്റെ ഉള്ളിൽക്കറിയാം, നീ യുദ്ധം ചെയ്യുമ്പോൾ ആളുകൾ എന്നെ പറ്റി പറയണം, ധീരയോദ്ധാവ്, ധൈര്യശാലി, വീരശൂര പരാക്രമി. അതൊക്കെ ദുനിയാവെന്ന് കിട്ടി, അതുകൊണ്ട് നീയും നരകത്തിലേക്ക് മഹാപണ്ഡിതനെ കൊണ്ടുവരുമത്രേ. അയാളോട് പറയും, ഇൽമു തന്നു, നീ എന്ത് ചെയ്തു? ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, അവർക്ക് ഒരുപാട് നന്മകൾ ഞാൻ ചെയ്തു, എന്റെ അറിവ് കൊണ്ട് ജനത്തിന് ഞാൻ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് റബ്ബേ. അപ്പൊ അല്ലാഹ് പറയും, നീ പറഞ്ഞത് കള്ളമാണ്, നീ ചെയ്തു എന്നത് ശരിയാണ്, അത് ദുനിയാവിൽ നിനക്കൊരു പേരും പെരുമയും ഉണ്ടാകാൻ, അത് ദുനിയാവെന്ന് നിനക്ക് കിട്ടി, നിന്റെ ഉദ്ദേശവും ശരിയല്ല, അതുകൊണ്ട് നീയും പോകേണ്ടത് നരകത്തിലേക്ക്. ആ 3 സംഭവങ്ങൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. സാറ ത്യാഗമുള്ള വേറെ വിഷയങ്ങളുണ്ടോ ലോകത്ത്? ഒന്ന് രണാങ്കളത്തിലെ പോരാട്ടം, മറ്റൊന്നൊരു പണ്ഡിതന്റെ ജീവിതത്തിലെ അയാളെ കുടുംബം പോലും മറന്നു ചെയ്ത സംഗതികളാകാം അയാൾ. മൂന്നാമത്തത് ഒരു ധർമ്മിഷ്ഠന്റെ ധർമ്മം. ഇവിടൊക്കെ അതിന്റെ ഒരു പ്രാധാന്യം കടന്നു വരികയാണ്. അതുകൊണ്ട് വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹ് രഹസ്യം മറച്ചു വെക്കുന്ന, നിങ്ങളെല്ലാ രഹസ്യങ്ങളും മറച്ചു വെക്കും പരലോകത്ത്. നിങ്ങൾ ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ രഹസ്യം മറച്ചു വെച്ചാൽ പഠിച്ചവന്റെ തീരുമാനം അങ്ങനെയാണ്. ദാറുൻ നദവയിൽ വെച്ച് അവർ യോഗം ചേർന്നു, അവർ ഈ നബിയെ കൊല്ലാൻ തീരുമാനിച്ചു. ശക്തമായ ആസൂത്രണമാണ്. ഹിജ്റയുടെ സന്ദർഭവും വേളയും ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അതിശക്തമായ ആസൂത്രണമാണ്. പക്ഷേ അല്ലാഹ് അതിലും വലിയ കളി കളിച്ചു. വമക്കറൂ, അവര് കുതന്ത്രം കളിച്ചു. പക്ഷേ വമക്കറുല്ലാഹ്,
അവരെ കുതന്ത്രം അറിയുന്ന റബ്ബ് അതിനേക്കാളും വലിയ കുതന്ത്രം ചെയ്തു. വല്ലാഹു ഖൈറുൽ മാകിരീൻ. തന്ത്രശാലികളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. അതാണ് അതിന്റെ പാഠം. നമുക്കിങ്ങനെ തോന്നും, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ തിരക്കടില്ല, ഞാൻ അതാണ് ഒക്കെ വെറുതെ തോന്നുകയാണ്. ഒറ്റ മിനിറ്റ് മതി ഇത് പോകാൻ, ഒറ്റ മിനിറ്റ് മതി. മനുഷ്യന്റെ മാനം പോകാൻ ഒരു മിനിറ്റ് മതി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചോന്റെ ഒരു സത്രത്തിലും അവന്റെ ഒരു കാവലിലല്ലേ നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. തകർന്നു പോകില്ലേ നമ്മളെ കുടുംബങ്ങൾ? മാനവും മര്യാദയും ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അവന്റെ ജീവിതത്തിലെന്ത് അർത്ഥം? ഇതൊക്കെ അള്ളാഹ് കാക്കുകയാണ് മനുഷ്യനെ. അനുഗ്രഹങ്ങൾ വാരിക്കോരി അള്ളാഹ് നമുക്ക് തരിക. ഖാറൂന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഖുർആൻ പറയുന്നുണ്ട്, ഒരു ഉപദേശം കൊടുത്തു, ഖാറൂൻ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്നാ ദുനിയാവിലെ പാവങ്ങളെ മറന്നു പോകും വേണ്ട. അള്ളാഹു നിനക്ക് അനുഗ്രഹം ചെയ്തതുപോലെ നീ ആളുകൾക്ക് അനുഗ്രഹം ചെയ്യണം കേട്ടോ. പക്ഷേ അഹങ്കരിച്ചു ആ മനുഷ്യൻ. തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഖാറൂൻ എത്ര സുന്ദരനായിട്ടാണ് നടന്നിരുന്നെന്നറിയും. അയാൾ പുറത്തിറങ്ങാൻ അത്ര ഇന്നത്തെ കാലത്തുള്ളതൊന്നുമല്ല അത്. മേക്കപ്പ്, ഒരുപാട് നേരം മേക്കപ്പ് ചെയ്തിട്ട് അയാൾ പുറത്തിറങ്ങണത്. അതീവ സുന്ദരനാണ് അയാൾ. ഓരോ നടത്തത്തിലും അയാൾ സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് അഹങ്കരിച്ചു പോകുമെന്നാണ്. പക്ഷെ പടച്ചോനൊരു പണി അങ്ങോട്ട് ചെയ്തു. ഭൂമി അങ്ങോട്ട് വളർത്തി അയാൾ അതിൽ വീഴ്ത്തി. ഭൂമി അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു ആ മനുഷ്യനെ. ഇനി ഒന്നുമില്ല മനുഷ്യന്. ഒട്ടകക്കൂട്ടങ്ങളില്ല, കുതിരകളില്ല, താക്കോൽ കൂട്ടങ്ങളില്ല, അയാളുടെ പ്രജകളില്ല, അയാൾക്ക് അടിമകളില്ല, അയാളുടെ ഒരു സാമ്രാജ്യവും ഇനിയില്ല. ഒന്നുമില്ലാതെ അയാളങ്ങോട്ട് പോയി. അന്ന് ജനങ്ങൾ പറഞ്ഞു അത്രേ, പടച്ചോനെ ഖാറൂന് കൊടുത്തത് ഞങ്ങൾക്ക് തരാതിരുന്നത് എത്ര നന്നായി. അതിന്റെ മുമ്പേ ആൾക്കാർ പറഞ്ഞതാണ്, ഈ ദാരിദ്ര്യമുള്ള പാവങ്ങൾ പടച്ചോനെ ഖാറൂന് എത്ര മുതൽ കൊടുത്തു, അതുപോലെ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും തന്നിരുന്നെങ്കിൽ. പക്ഷെ ഈ പണി കണ്ടപ്പോൾ ആൾക്കാരാണ് മാറി ചിന്തിച്ചു പോയി. അല്ലാഹ്, നീ എത്ര അനുഗ്രഹീതനാണ്, നീ എത്ര ഉന്നതനും മഹാനുമാണ്. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, നല്ല നിയ്യത്തോടു കൂടി. അത് പ്രതിഫലമായിട്ട് തിരിച്ചു വരും. ദുനിയാവ് തന്നെ വരും, ആഖിറത്തിലോ എന്തായാലും വരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയുടെ പുറകിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. യൗമൻ, ഒരു ദിവസം, ഫഖാല, എന്റെ നബി എന്നോട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, മോനെ നിനക്ക് ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. അത് നീ യഹ്ഫളില്ല, അത് നീ ശ്രദ്ധിക്കണം കേട്ടോ. യഹ്ഫളില്ലാഹ യഹ്ഫളുക, അല്ലാഹനെ നീ സൂക്ഷിച്ചോ, അല്ലാഹനെ നീ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ കാക്കും. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹനെ നീ സൂക്ഷിച്ചോ, നിന്റെ ഔന്നിത്യവും മാന്യതയും അല്ലാഹ് കാക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹനോട് ചോദിച്ചോ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹനോട് സഹായം തേടിക്കോ എന്റെ മോനെ. ഞാൻ ഒന്നുകൂടി നബിയോട് ചേർന്നിരുന്നു. ഒട്ടകപ്പുറത്തെ യാത്ര. ഇബ്നു അബ്ബാസിനോട് നബി ഇങ്ങനെ പറയുന്നത് മറക്കാനാവൂല. പിന്നെ പറഞ്ഞു, മോനെ, ഈ ലോകം മുഴുവൻ, ജനങ്ങൾ മുഴുവൻ നിന്റെ കൂടെ, ഈ വല്ലാത്ത എല്ലാ ജനപിന്തുണയും നിനക്ക്. പക്ഷേ അവരൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ നിനക്ക് ഉദ്ദേശിച്ചെങ്കിലും ഒരു ഉപകാരവും അവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അല്ലാഹ് എനിക്കെതിരാ. പടച്ചോന്റെ ഒരു കളല്ലാതെ നടക്കൂല മോനെ. ഇനി ജനങ്ങൾ മുഴുവൻ നിനക്കെതിരാണ്, മഹല്ല് മുഴുവൻ നിനക്കെതിരാണ്, നാട് മുഴുവൻ നിനക്കെതിരാണ്, കുടുംബം മുഴുവനും നിനക്കെതിരാണ്, ലോകത്തെ മുഴുവൻ മനുഷ്യരും നിനക്കെതിരാണ്. പക്ഷേ അല്ലാഹു നിന്റെ കൂടെയുണ്ട്. ലൻ യദുറുക ഇല്ലാ ബിശൈഅ്, ഒന്നും അവർക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല. ഇബ്നു അബ്ബാസ് എപ്പോഴും പറയും, വല്ലാത്തൊരു ധൈര്യം നൽകിയ വാക്കാണത്. ഒരു വിശ്വാസി എന്ന നിലയിൽ അതാ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അത് ജീവിത പാതയിൽ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ കഴിയണം. അതുകൊണ്ട് എന്ത്
ദുഷ്പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും അത് വേറൊരു കോലത്തിൽ തിരിച്ചു വരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.